നല്ല രീതിയിൽ ഗ്ലൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി പോകുന്നത് ഈ ഒരു പാച്ചസിലൂടെയൊക്കെ. ഈ ചെറിയൊരു എഞ്ചിൻ തന്നെ 205 Nm ഓഫ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ കാറ്റ് ഇങ്ങോട്ടേക്ക് അടിക്കുന്നുണ്ട്. ആ ബ്ലോവേഴ്സ് ഒന്ന് പ്രസ് ചെയ്ത് ഇതാ നമ്മുടെ സീറ്റ് റിമൂവ് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ലോങ്ങസ്റ്റ് വീൽ ബേസ് ഉള്ളത് ഈ ഒരു വണ്ടിക്കാണ്. പെട്ടെന്ന് നമ്മുടെ ക്യാബിൻ തണുപ്പിക്കാൻ ഈ ഒരു ഫീച്ചർ യൂസ്ഫുൾ ആണ്. ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്തെല്ലാം വിശേഷം? നമ്മളിന്ന് ഓടിക്കാൻ പോകുന്നത് നമ്മുടെ മിഡ് സൈസ് SUV സെഗ്മെന്റിലെ പ്രോബബ്ലി വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആൻഡ് വാല്യൂ ഫോർ മണി വണ്ടിയായ Citroen C3 എയർക്രോസ് എക്സ്. ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് 7-സീറ്റർ വേരിയന്റ് ആണ് ഇത്. ഒരു 2023 നമ്മുടെ എയർക്രോസ് ലോഞ്ച് ആവുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം 2025 ഈ എക്സ് എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് നമ്മുടെ Citroen ഈ ഒരു വണ്ടിക്ക് കൊടുത്തത്. കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട്. നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സ്, പിന്നെ 360 ഡിഗ്രി ക്യാമറ, പിന്നെ നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, പിന്നെ ക്രൂസ് കൺട്രോൾ, ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു അപ്ഡേറ്റഡ് വേരിയന്റിന് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു 5-സീറ്റർ ഓപ്ഷൻ കൂടി ഉണ്ട് നമ്മുടെ എയർക്രോസിന്. ഒരു 13.9 lakhs-നാണ് നമ്മുടെ എയർക്രോസിന്റെ ബേസ് ടർബോ പെട്രോൾ വേരിയന്റ് തുടങ്ങുന്നത്. ഈ ഒരു വേരിയന്റിന്റെ പ്രൈസ് അറൗണ്ട് ഒരു 6.3 lakhs ആണ് ഓൺ റോഡ് വരുന്നത്. സോ ഈ ഒരു സെഗ്മെന്റിൽ 16 lakhs റേഞ്ചിലൊക്കെ ടോപ്പ് വേരിയന്റ് കിട്ടുന്നത് എയർക്രോസിന് മാത്രമായിരിക്കും. ക്രെറ്റ, സെൽറ്റോസ്, കുഷാക്കിന്റെ ഒക്കെ മിഡ് വേരിയൻസ് ആണ് ഈ ഒരു പ്രൈസിന് കിട്ടുന്നത്. സോ ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു വണ്ടി ഒരു ആപ്പ് ചോയ്സ് ആണോ നമുക്ക് നോക്കാം. ആൻഡ് ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ കീ വന്നേക്കുന്നത്. ഇവിടെ Citroenന്റെ ലോഗോ ഒക്കെ കാണാം. പിന്നെ ഉള്ളത് ഇവിടെ ലോക്ക് ഉണ്ട് ആൻഡ് അൺലോക്ക്. ഇനി സ്ട്രൈറ്റ് വേ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ബൂട്ട് തുറക്കാൻ ഇവിടെ താഴെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആൻഡ് പെട്ടെന്ന് തന്നെ നമ്മുടെ ബൂട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. വിത്ത് ഓൾ സീറ്റ്സ് അപ്പ്. സ്പേസ് ഇവിടെ കുറച്ച് കുറവാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു സീറ്റ്സ് ഒന്ന് മടക്കി നോക്കാം എത്രത്തോളം സ്പേസ് ഉണ്ടെന്ന്. മടക്കിയാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. 5 ആൾക്കാരാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ഇത്രയും ബൂട്ട് സ്പേസ് നമുക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. സീറ്റ്സ് മടക്കിയ ഒരു 444 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ് ശരിക്കും ഉള്ളത്. ഈ സീറ്റ്സ് റിമൂവബിൾ ആണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതാ നമ്മുടെ സീറ്റ് റിമൂവ് ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 സീറ്റ്സും വേണം റിമൂവ് ചെയ്തിട്ട് ഈ ബൂട്ട് സ്പേസ് നമുക്ക് മൊത്തത്തിൽ യൂട്ടിലൈസ് ചെയ്യാം. സോ ഇറ്റ്സ് എ റിയലി നൈസ് ഫീച്ചർ ഇൻ ദ സെഗ്മെന്റ്. ചെറുതായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതങ്ങനെ ബാക്കിലോട്ടേക്ക് വലിക്കാം. ഞാൻ തേർഡ് റോയിലോട്ടൊക്കെ വരുന്നുണ്ട്. സെക്കൻഡ് റോ കൂടെ കയറിയിട്ട് നമുക്ക് തേർഡ് റോ നോക്കാം. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ടയറിൻ്റെ പഞ്ചർ കിറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പൗച്ചിലുള്ളത്. ഇതിൻ്റെ സ്പെയർ ടയറൊക്കെ ആ ഒരു ഭാഗത്തായിട്ടാണ് വന്നേക്കുന്നത്. താഴെയാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇത് നമുക്ക് ഇനി മെല്ലെ അടയ്ക്കാം. ആൻഡ് കീലെസ് എൻട്രി ആണ്. നമ്മുടെ കീ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡോർ അൺലോക്കായി വന്നിട്ടുണ്ട്. റിക്വസ്റ്റ് സെൻസർ ഒന്നുമില്ല. ഇവിടെ ഒരു കീ ഹോൾ ആണുള്ളത്. ഡോർ ഹാൻഡിൽസ് വന്നിട്ട് ഫ്ലാപ്പ് ടൈപ്പ് ആണ്. ആൻഡ് നമുക്ക് ജസ്റ്റ് തുറന്ന് നമുക്ക് അങ്ങനെ കയറാം. ആൻഡ് വണ്ടി ഓണാക്കാൻ ഇപ്പോൾ പാർക്കിലാണുള്ളത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എയർക്രോസിന് ഇപ്പോൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വണ്ടി ഓണായി വന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ക്ലസ്റ്റർ ഓണായി, നമ്മുടെ ഇൻഫോർടൈൻമെൻ്റ് ഒക്കെ ഓണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് അവേ എൻജിൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബോണറ്റ് തുറക്കാനുള്ള ലിവർ വരുന്നത്. ഇവിടെയായിട്ട് ബോണറ്റൊക്കെ അത്യാവശ്യം ഒരു മോഡറേറ്റ് ഹെവിനെസ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇത് ഫിക്സ് ചെയ്ത് വെക്കാനുള്ള സംഭവം വരുന്നത്. ഇവിടെയായിട്ട് സാധാരണയൊക്കെ ഞാൻ ലെഫ്റ്റിലാണ് നോക്കാറ്. ഇതിപ്പോൾ റൈറ്റിലാണ് വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ Citroenന്റെ. പുട്ടിംഗ് ഔട്ട് അറൌണ്ട് 109 bhp at 5500 rpm ആൻഡ് എ മാസീവ് 205 Nm ഓഫ് ടോർക്ക് at 1750 to 2500 rpm റേഞ്ചിൽ. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് വണ്ടി. ഒരു 1.2 ലിറ്റർ ലൈറ്റർ എഞ്ചിനാണ് ശരിക്കും വന്നേക്കുന്നത്. ഈ ചെറിയൊരു എഞ്ചിൻ തന്നെ 205 Nm ഓഫ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിറ്റിയിലൊക്കെ നല്ല രീതിയിൽ പുള്ള് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വണ്ടി ഓടിച്ച് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ആൻഡ് നമുക്കിത് മെല്ലെ ക്ലോസ് ചെയ്യാം. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻസുലേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്പേസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് സീറ്റ് ഞാൻ മാക്സിമം ബാക്കിലോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ വേണം കൈവെക്കാം. ഇവിടെ നമുക്ക് കൈവച്ചൊക്കെ വേണമെങ്കിൽ ഇരിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു ആംറസ്റ്റാണ് കൊടുത്തേക്കുന്നത്. എൻ്റെ സൈസിന് സീറ്റ്സ് ഒരു മീഡിയം സൈസാണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കവർ ചെയ്യുന്നുണ്ടെന്ന് പറയാം. പോരാ തന്നെ ഈ സീറ്റ്സ് വെന്റിലേറ്ററും കൂടിയാണ്. പാസഞ്ചറിന് വെന്റിലേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ടോഗിൾ സ്വിച്ച് ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. ഇത് 3 levels ഓഫ് വെന്റിലേഷൻ ഉണ്ട്. അതിൻ്റെ സ്വിച്ചാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര ഒരു സ്പേസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ടിലോട്ടേക്ക് ഈ ഒരു സ്പേസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കിലുള്ള സ്പേസ് എങ്ങനെയുണ്ട് നോക്കാം. ഇവിടെ ആയിട്ട് നമ്മുടെ ഷെയ്ഡ് കാണാം. ലൈറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഒരു ചെറിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഷെയ്ഡൊക്കെയാണ്. ഡോറ് തുറന്നാൽ നല്ല രീതിയിലുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഗ്ലോസ് ബ്ലാക്ക് ടച്ചസ് ഇവിടെയായിട്ടും വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ ലെതർ ടിൻസേർട്സ് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു ബ്രൗൺ ലെതർ ടിൻസേർട്സ് ഈ ഒരു ഭാഗത്തായിട്ടും അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. സിൽവർ ടച്ചുള്ള ഡോർ ഹാൻഡിൽസ് ഒക്കെ നേരത്തെ കണ്ടില്ലെങ്കിൽ ഇതാണ് നമ്മുടെ വെന്റിലേറ്റർ സ്വിച്ചിൻ്റെ ബട്ടണൊക്കെ. നല്ല അടയ്ക്കാം. ഇതിപ്പോൾ റിക്ലൈൻ അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കിലോട്ടേക്ക് ആക്കിയിട്ടുണ്ട് റിക്ലൈന്. അതുകൊണ്ടാണ് എൻ്റെ കാലിപ്പോൾ ഇവിടെ ടച്ച് ചെയ്യുന്നത്. കുറച്ചൊന്ന് ഞാൻ നോർമലാക്കി വെക്കട്ടെ. ഈ ഒരു നോർമൽ റിക്ലൈനിൽ ഞാൻ വെക്കാം. വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെഗ് റൂം ഉണ്ട്. ഐ എം 5'11". ഇതാണ് എൻ്റെ ലെഗ് റൂം വന്നത്. തൈ സപ്പോർട്ട് അത്യാവശ്യത്തിന് തൈ സപ്പോർട്ട് ഉണ്ട്. ഇതാണ് എൻ്റെ ഹെഡ് റൂം വന്നത്. ഹെഡ് റൂമൊക്കെ അത്യാവശ്യത്തിനുണ്ട്. നല്ല നിവർന്നിരുന്നാലും തലയൊന്നും മുകളിൽ തട്ടുന്നില്ല. ഇറ്റ്സ് ഗുഡ്.
ഇവിടെയും സീറ്റ് പോക്കറ്റ്സ് കാണാം. ഇവിടെയും സീറ്റ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നടുവിലോട്ടേക്കൊക്കെ എടുത്താൽ നമ്മുടെ റിയർ എയർ വെൻസ് ഇവിടെ ആയിട്ട് കാണാം. ആൻഡ് 2 ടൈപ്പ് സി പോർട്ടും കൊടുത്തിട്ടുണ്ട്. ആൻഡ് എയർ വെൻസ് മുകളിലും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 1, 2 and 3 അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ഉണ്ട് നമ്മുടെ ബ്ലോവറിന്. 3 ലെവൽസ് ഓഫ് ഫാൻ സ്പീഡാണുള്ളത്. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഓഫിലിടാം. ഇവിടെ ആയിട്ട് നമ്മുടെ ലൈറ്റ്സ് ഒക്കെ കാണാം ഇൻ വൈറ്റ്. നടുവിലോട്ടേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഇരുന്ന് നോക്കട്ടെ. കുഴപ്പമില്ല, ഇത് ഫ്ലാറ്റ് ബെഡ് അല്ല, കുറച്ച് റൈസ്ഡ് ആണ്. ഡ്രൈവർ സീറ്റ് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ബാക്കിലോട്ടേക്കാണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആണ്. സീറ്റ് ബാക്കിലോട്ടേക്ക് ആക്കിയാൽ ഇനി നമുക്ക് തേർഡ് റോ കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഇവിടെയൊക്കെ ലെതർട്ടി വന്നത് ബ്ലാക്ക് ടച്ചസിലാണ്. ഗ്ലോസ് ടച്ചസ് ഇവിടെയും കാണാം. ആൻഡ് ഇവിടെ ഒരു ബോട്ടിൽ വേണം നമുക്കിവിടെ വെക്കാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് രണ്ടാൾക്കും വന്നിട്ടുണ്ട്, നടുവത്തെ ആൾക്കൊന്നും വന്നിട്ടില്ല. ആൻഡ് ഇനി നമുക്ക് തേർഡ് റോ ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെയാണ്, താഴെയാണ് വലിച്ചേക്കുന്നത്. തേർഡ് റോ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. താഴോട്ടേക്ക് ആക്കിയാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഇരിക്കാൻ തീരെ സ്പേസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ല താഴെ കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. കാലൊക്കെ നിൽക്കുന്നത് നോക്കിയാൽ നല്ല റേസ്ഡ് ആയിട്ടാണ് കാലം നിൽക്കുന്നത്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കാന്ന് പറയാം. നമുക്കൊന്നും ഇരിക്കാനേ പറ്റത്തില്ല ഇവിടെ. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് ടൈപ്പ് സി പോർട്സ് കൊടുത്ത് കാണാം. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ. ഇവിടെയൊക്കെ നമ്മുടെ ബൂട്ടിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. നമ്മളെ ഹുക്ക്, നമ്മൾ മാക്സിമം 3 കിലോ തൂക്കാൻ പറ്റിയ ഹുക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ വലിക്കാനുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സീറ്റ് മടങ്ങി ഈ ഒരു ഭാഗത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ ബ്ലോവേഴ്സ് വുഡ് റിയലി ഹെൽപ്പ്. നല്ല രീതിയിൽ കാറ്റ് ഇങ്ങോട്ടേക്ക് അടിക്കുന്നുണ്ട് ആ ബ്ലോവേഴ്സിൽ നിന്ന്. നമുക്ക് ഇവിടുന്ന് മെല്ലെ ഇറങ്ങാനും കുറച്ച് പാടാണ്. നമ്മൾ തേർഡ് റോന്ന് നമുക്ക് സീറ്റ് തിരിച്ചിടാം. ആൻഡ് വി ആർ ബാക്ക് ടു അവർ ക്യാബിൻ. നമ്മുടെ സിട്രോയിൻ എന്നുള്ള ലോഗോ ഒക്കെ കാണാം. സീറ്റ്സ് ആർ ഫിനിഷ്ഡ് ഇൻ ബ്രൗൺ. ഒരു ലിറ്റിൽ ബിറ്റ് ബീച്ച് ടച്ചസും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫാബ്രിക്കിൽ. ആൻഡ് ഇവിടേക്ക് എടുത്താൽ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ മാനുവൽ ആണ് വന്നേക്കുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ മാനുവൽ ആണ് വന്നേക്കുന്നത്. വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ബട്ടണും ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഇലക്ട്രിക് കൺട്രോൾസ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ നമ്മുടെ ഫ്യൂവൽ ഓപ്പൺ ചെയ്യാനുള്ള ലിവർ കാണാം. ആൻഡ് സ്റ്റിയറിംഗ് വീൽ വന്നിട്ട് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല മാനേവറബിൾ ആണ്. ഇതാണ് നമ്മുടെ ഹോൺ വന്നേക്കുന്നത്. സിട്രോയിൻ ലോഗോ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാം. ഈ ലോഗോ ശരിക്കും നമ്മൾ ആൻഡ്രോയിഡ് സിട്രോയിൻ എന്ന് പറഞ്ഞ ഫൗണ്ടർ നമ്മുടെ ഹെലിക്കൽ ഗിയേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ആംഗിൾഡ് ടീത്ത് വെച്ച് ഒരു പാറ്റേൺ കണ്ട് ഡിസൈൻ ചെയ്തതാണ് ഈ ഒരു ലോഗോ. ആൻഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കോൾ കൺട്രോൾസ് ഒക്കെ ആക്സസ് ചെയ്യാനുള്ള ബട്ടൺ കാണാം. ഇവിടെ നമ്മുടെ സൗണ്ട് കൂട്ടാനുള്ളതും കുറയ്ക്കാനുള്ളതും. ആൻഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സോസ് മാറ്റാനുള്ള ബട്ടണാണ് ഇവിടെ വന്നേക്കുന്നത്. ആൻഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ക്രൂസ് കൺട്രോൾസിൻ്റെ ബട്ടൺസ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. സെറ്റ് എന്നൊക്കെ കാണാം. ആൻഡ് ഇവിടെ പ്രസ് ചെയ്താൽ നമ്മുടെ 7 ഇഞ്ച് TFTയുടെ ടോഗിൾ സ്വിച്ച് ആണ്. ഇത് നമുക്ക് സെറ്റിംഗ്സ് ആക്സസ് ചെയ്യാനും ആ കാര്യങ്ങളൊക്കെ ഓവർ സ്പീഡ് അലേർട്ട് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനുള്ള ബട്ടണാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിൽ തന്നെ നമ്മുടെ ട്രിപ്പ് മീറ്റർ, പിന്നെ ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ, പിന്നെ സ്പീഡും കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മുടെ ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം, പിന്നെ നമ്മുടെ ടാക്കോമീറ്ററും കാര്യങ്ങളൊക്കെയാണ്. ബേസിക് ഇൻഫോസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു TFT നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ സ്പീഡോമീറ്റർ, പിന്നെ ടാക്കോമീറ്റർ, പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ ഓഡോമീറ്റർ, പിന്നെ വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ, പിന്നെ എഞ്ചിൻ ടെമ്പറേച്ചർ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. പിന്നെ ഫ്യൂൽ ലെവലൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടും കാണാം. ഓട്ടോ ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്. ആൻഡ് വൈപ്പേഴ്സ് റെയിൻ സെൻസിങ് ഒന്നുമല്ല, ജസ്റ്റ് വാഷ് ആൻഡ് വൈപ്പ്. ബാക്കിലും നമുക്ക് വാഷറും വൈപ്പറും വന്നിട്ടുണ്ട്. മിറേഴ്സ് ഒക്കെ ഇലക്ട്രിക്കലി കൺട്രോളബിൾ ആണ്. അതിൻ്റെ ടോഗിൾ സ്വിച്ച് ഒക്കെ ഈ ഒരു ഭാഗത്തേക്കാണ് വന്നേക്കുന്നത്. നമ്മുടെ നോർമൽ ലെഫ്റ്റും റൈറ്റും ഒക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവർ വിൻഡോ വൺ ടച്ച് ഓപ്പറബിൾ ആണ്. ഡൗൺ വൺ ടച്ച് ഓപ്പറബിൾ ആണ്. അപ്പ് ഉണ്ടോ നോക്കട്ടെ. ഇല്ല, അപ്പ് വൺ ടച്ച് ഓപ്പറബിൾ അല്ല. പാസഞ്ചർ വിൻഡോയും റിയർ വിൻഡോയും വൺ ടച്ച് ഓപ്പറബിൾ ആണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഓപ്പൺ ആവും. അപ്പ് വൺ ടച്ച് ഓപ്പറബിൾ അല്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി നമ്മുടെ വിൻഡോ ഒന്ന് ക്ലോസ് ആക്കി. ഇവിടെ ലിറ്റിൽ കോയിൻ സ്പേസ്. ഇവിടെ നല്ല രീതിയിലുള്ള സ്പേസസ് ഉണ്ട്. ബോട്ടിൽ സ്റ്റോർ ചെയ്യാനും കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനും. ഒരു 10.25 ഇഞ്ചിൻ്റെ ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. വിച്ച് സപ്പോർട്ട്സ് വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ. ഇതിലിപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ എന്നൊക്കെ എഴുതിയേക്കുന്നത് കാണാം. ഒരു ബേസിക് UI ടൈപ്പ് ആണ്. ഇപ്പോൾ കോൾ കൺട്രോൾസ്, പിന്നെ ഇതിപ്പോൾ നാവിഗേഷൻ, നമ്മുടെ സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്തിട്ട് ആക്സസ് ചെയ്യേണ്ട ബട്ടണാണ് ഇതൊക്കെ. ടച്ച് റെസ്പോൺസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടച്ച് റെസ്പോൺസ് ആണ്. ആൻഡ് ഇപ്പോൾ എൻ്റെ ഫോൺ ഞാൻ ആൻഡ്രോയിഡ് ഓട്ടോ വഴി നമ്മൾ ഇൻഫോർടൈൻമെൻറ്റിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4 സ്പീക്കേഴ്സാണ്, 2 ട്യൂട്ടറും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റിയാണ്. നല്ല രീതിയിലുള്ള ബാസ് ഒക്കെ കിട്ടുന്നുണ്ട്. ആൻഡ് താഴോട്ടേക്ക് എടുത്താൽ നമ്മുടെ HVAC കൺട്രോൾസ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ജസ്റ്റ് ഒന്ന് ഓട്ടോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഓൺ ആയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഫാൻ സ്പീഡ് കുറയ്ക്കുന്നതും കൂട്ടുന്നതൊക്കെ. ഇവിടെ നമ്മുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ. ഇവിടെ നമ്മുടെ എയർ ഫ്ലോ ഡയറക്ഷൻ മാറ്റുന്നത് ആൻഡ് റീസർക്കുലേഷൻ്റെ കാര്യങ്ങളൊക്കെ. ഈ സ്വിച്ചസ് എല്ലാം അത്യാവശ്യം നല്ല സിൽവറിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ ക്വാളിറ്റി ഈസ് ഗുഡ്. ഫ്രണ്ട് ഡിഫോഗർ, പിന്നെ നമ്മുടെ റിയർ ഡിഫോഗർ, പിന്നെ AC ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ളത്. ആൻഡ് ഇത് AC മാക്സ് എന്ന് പറഞ്ഞ ബട്ടണാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് നമ്മുടെ ക്യാബിൻ തണുപ്പിക്കാൻ ഈ ഒരു ഫീച്ചർ യൂസ്ഫുൾ ആണ്. ജസ്റ്റ് നമുക്ക് ഒന്ന്
ഒന്ന് ഓഫിലിടാം. ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ഒരു പോർട്ടും ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു സ്പേസ് കാണാം. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് റൈറ്റ് ഹിയർ. ആൻഡ് വന്നേക്കുന്നത് ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്. ഒരു 6 സ്പീഡ് മാനുവൽ ഓപ്ഷനും കൂടി ഉണ്ട്. ഇത് ഇപ്പോൾ പാർക്കിലാണുള്ളത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഇട്ട് നോക്കാം. ക്യാമറ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം മോഡറേറ്റ് എന്ന് പറയാം. ഇതിപ്പോൾ ആക്റ്റീവ് ഗൈഡ് ലൈൻസ് ഉണ്ടോ? ഇല്ല, ആക്റ്റീവ് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ന്യൂട്രൽ ഇടുക. ആൻഡ് ഇപ്പോൾ ഡിയിലിട്ടു. ആൻഡ് നമുക്ക് ഇപ്പുറത്തോട്ടിട്ടാൽ നമുക്ക് മാനുവൽ ഷിഫ്റ്റ്സ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്യാം. പ്ലസ് ആൻഡ് മൈനസ് ഹിയർ. തിരിച്ച് നമുക്ക് പാർക്കിലോട്ടേക്ക് ഇടാം. ആൻഡ് ഈ സെഗ്മെന്റിൽ ടോർക്ക് കൺവേർട്ടർ ഇസ് എ ഗുഡ് ചോയ്സ്. അത്യാവശ്യം സിറ്റി റൈഡൊക്കെ കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് റിയലി ഹെൽപ്പ്. ലാഗ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു വണ്ടി നമുക്ക് ഓടിക്കുമ്പോൾ. ആൻഡ് ഇൻ ദ ലോങ് ടേം ടോർക്ക് കൺവേർട്ടർ ആണ് മോർ റിലയബിൾ ദാൻ DCT. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് റൈറ്റ് ഹിയർ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നാൽ നമ്മുടെ അണ്ടർആം സ്റ്റോറേജ് അത്യാവശ്യം ഒരു മോഡറേറ്റ് സ്റ്റോറേജ് ആണ്. ഇത് ഇത്രയേ ഉള്ളൂ. എൻ്റെ കൈൻ്റെ ഈ ഒരു ഇത്രയേ ഉള്ളൂ നമുക്ക് സ്റ്റോറേജ് വന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. ഗ്ലോ ബോക്സ് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയാൽ അത്യാവശ്യം ഒരു മോഡറേറ്റ് സ്പേസ് ആണ്. കൂൾഡ് ആണെന്ന് തോന്നുന്നു, കാരണം എനിക്ക് ഇവിടുന്ന് ഒരു വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. സെപ്പറേറ്റ് സെഗ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് മോളോട്ടേക്ക് എടുത്താൽ നമ്മുടെ ലൈറ്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ ഇപ്പോഴും സൺറൂഫ് നമ്മുടെ എയർക്രോസിന് വന്നിട്ടില്ല. സൺറൂഫ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതൊരു ലെറ്റ് ഡൗൺ ആവണം. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ ഷെയ്ഡ് കാണാം. ഷെയ്ഡ്സിന് മിറർ ഒന്നും വന്നിട്ടില്ല. ആൻഡ് മിറേഴ്സ് ആർ ഓട്ടോ ഡിമ്മിങ്. ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്വിച്ചസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് ആക്കിയാൽ നമ്മുടെ ലൈറ്റിംഗ് ഇവിടെ ഓണായി വന്നത് കാണാം. ഇവിടെ ആയിട്ടും ചെറിയ ലൈറ്റിംഗ്, ഈ ഒരു സ്ട്രിപ്പൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ചെറിയൊരു ആംബിയൻ ലൈറ്റിംഗ് വന്നിട്ടുണ്ട്, ഒരു യെല്ലോ ഷെയ്ഡിൽ. അത് ഇതേപോലെ നമ്മൾ രാത്രിയത്തെ ലൈറ്റ് ഓൺ ആക്കിയാലേ ഓൺ ആകത്തുള്ളൂ. അത് ഇത് ഓഫ് ആക്കിയാൽ ആംബിയൻ ലൈറ്റ് ഓഫ്. അത് ഉച്ചയ്ക്ക് നമുക്ക് ആംബിയൻ ലൈറ്റ് ഓൺ ആക്കാൻ പറ്റത്തില്ല, രാത്രി ആവണം. ഓറൽസ് ലൈറ്റ് ഓൺ ആക്കണം, അപ്പോൾ നമുക്ക് ആംബിയൻ ലൈറ്റ് കത്തിക്കാൻ പറ്റും. ആൻഡ് ഇത് നമ്മുടെ വിൻഡോസ് ഒക്കെ അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനുള്ളത്. ആൻഡ് ഇത് നമ്മുടെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചർ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ളത്. ആൻഡ് ഇതാണ് നമ്മുടെ 360 ക്യാമറ ആക്സസ് ചെയ്യാനുള്ള സ്വിച്ച്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ചു. നമ്മുടെ ക്യാമറ ഓണായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും എനിക്ക് ടച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. ഇനി ഇതൊക്കെ ഇതിൻ്റെ ടോഗിൾ സ്വിച്ചൊക്കെ ഇനി ടോഗിൾ സ്വിച്ചൊക്കെ അതിൽ ടച്ച് ഇല്ല. ഇവിടെ ടച്ച് ചെയ്തിട്ട് വേണം അതിൻ്റെ വ്യൂസ് ഒക്കെ എടുക്കാൻ. ഇതാണ് നമ്മുടെ 360 ക്യാമറ വന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി എന്ന് പറയാം. ഓവറോൾ നല്ല രീതിയിലുള്ള ഗ്രെയിൻസ് ഒക്കെ ഉണ്ട്. താഴോട്ടേക്ക് എടുത്താൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ ആയിട്ട് നമുക്ക് അതിൻ്റെ നോബ് കാണാം. ഞാൻ ശരിക്കും ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചതേ ഇല്ല. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ശരിക്കും ഇത് നല്ല രീതിയിൽ ഹൈഡ് ആയിട്ടാണുള്ളത്. ഇപ്പോൾ ഡ്രൈവറിനെ ആക്സസ് ചെയ്യാനും പെട്ടെന്ന് കാണാനും ഇത് കുറച്ചൊരു ടഫായിരിക്കും. ആൻഡ് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ എയർ ക്രോസിന് LED പ്രൊജക്ടർ സെറ്റപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ DRLs ഒക്കെ കാണാം. നടുവിലോട്ടേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ബിഗ് സിട്രോയിൻ ലോഗോ റൈറ്റ് ഹിയർ. ഇവിടെ ആയിട്ട് നമ്മുടെ ക്യാമറ. ആൻഡ് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ഇമ്പോസിംഗ് ഡിസൈൻ തന്നെയാണ്. ഇവിടെ ആയിട്ട് നമ്മുടെ ഫോഗ് ലാമ്പ് ഒക്കെ കാണാം. 215/60 17 ഇഞ്ച് വീൽസ് ആണ് വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ C8ന്റെ ടയേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ 5 സീറ്റർ വേരിയന്റിന് 16 ഇഞ്ച് വീൽസ് ആണ്. അലോയ്സ് ആർ മെഷീൻ കട്ട്. നമ്മുടെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് കാണാം. ബാക്കിൽ ഡ്രം ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. റൂഫ് റെയിൽസ് ഫംഗ്ഷനിലല്ല, ജസ്റ്റ് ഗിമ്മിക്കിനായി വെച്ചതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ക്ലാഡിംഗ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ലിറ്റിൽ ബിറ്റ് ക്രോം ടച്ചസ് ആൻഡ് ഓൾ ദെയർ. ആൻഡ് അങ്ങനെ ബാക്കിലോട്ടേക്ക് എടുത്താൽ നമ്മുടെ ടെയിൽ ലൈറ്റ്സ് എല്ലാം ബൾബ് ടെയിൽ ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഇൻവേർട്ടഡ് C ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇറ്റ്സ് കണക്റ്റഡ് ബൈ എ പ്ലാസ്റ്റിക് തിങ് ഹിയർ. ആൻഡ് നമ്മുടെ സിട്രോയിൻ്റെ ലോഗോ റൈറ്റ് ഹിയർ. എയർ ക്രോസ് X എന്ന് ഇവിടെ എഴുതിയേക്കുന്നത് കാണാം. ബിഗ് ബമ്പർ റൈറ്റ് ദെയർ. നമ്മുടെ സെൻസേഴ്സ് ഒക്കെ കാണാം. ഇവിടെ ആയിട്ട് നമ്മുടെ ക്യാമറ ആൻഡ് റിഫ്ലക്റ്റേഴ്സ് റൈറ്റ് ദെയർ. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഷാർക്ക് ഫിൻ ആൻറ്റിന ഒക്കെ വന്നിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ലോങ്ങസ്റ്റ് വീൽ ബേസ് ഉള്ളത് ഈ ഒരു വണ്ടിക്കാണ്. ക്യാബിനുള്ള സ്പേസിന് അത്യാവശ്യം ഈ ലോങ്ങർ വീൽ ബേസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് ഓടിക്കുമ്പോൾ ഒരു സ്റ്റെബിലിറ്റിനെയും ശരിക്കും ഈ ഒരു വീൽ ബേസ് ഹെൽപ്പ് ചെയ്യും. ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത് ഒരു 200 mm ആണ്. ഈ സെഗ്മെന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് നമ്മുടെ എയർ ക്രോസിന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇവനെ ഒന്ന് ഓടിച്ച് നോക്കാം. സ്ട്രൈറ്റ് അവേ വി ആർ ഡ്രൈവിംഗ് ദ ന്യൂ എയർക്രോസ് X. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ സ്പേസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഈ കാലൊക്കെ നല്ല റിലാക്സ് ചെയ്ത് തന്നെ വെക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റിയറിംഗ് ഇസ് സോ സ്മോൾ. നല്ല രീതിയിൽ മാനേവർ ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് പോലെയാണ് തോന്നുന്നത്. ആൻഡ് സ്ട്രൈറ്റ് അവേ നമുക്കിനി ഹൈവേയിലോട്ട് കയറി നോക്കാം. ആൻഡ് ഇവിടെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രൂസ് കൺട്രോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്രൂസ് ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. 61-ലാണുള്ളത്, അല്ലെങ്കിൽ ഒരു 63 വെക്കാം. ആൻഡ് ഞാൻ ആക്സിലേറ്റർ ഒന്ന് കാലെടുത്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ തന്നെയാണ് പോകുന്നത്. ഇനി ഒരു വണ്ടിക്ക് അഡാസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആൻഡ് ക്രൂസ് കൺട്രോൾ അഡാപ്റ്റീവ് അല്ല. അതുകൊണ്ട് അവിടെ എത്തുന്നതിന് മുന്നേ നമ്മൾ മാനുവലായി ബ്രേക്ക് അടിക്കണം. ആൻഡ് ഈ ഒരു സ്പീഡ്സിലൊക്കെ അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മളെ വണ്ടി പോകുന്നത്. ഗിയർ ഷിഫ്റ്റ്സ് ഒന്നും അറിയുന്നില്ല. നമുക്ക് എഞ്ചിൻ്റെ സൈഡിൽ നിന്നുള്ള നോയ്സൊക്കെ വളരെ കുറവാണ്. കാല് കൊടുക്കുമ്പോൾ ലാഗ് ഇല്ലാണ്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ വലിച്ചു പോകുന്നുണ്ട്. ആൻഡ് നല്ല രീതിയിലുള്ളൊരു വ്യൂ തന്നെയാണുള്ളത്. അത്യാവശ്യം ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഫീൽ തന്നെയുണ്ട്. നല്ല രീതിയിൽ വൈഡ് വ്യൂ ആണുള്ളത്. ആൻഡ് A-പില്ലർ ബ്ലോക്ക് ഇത് കുറച്ച് തിക്കാണ് നമ്മുടെ A-പില്ലർ. എന്നാലും
മൊത്തത്തിൽ ഒരു വൈഡ് വ്യൂ എനിക്ക് കിട്ടുന്നുണ്ട് ഇവിടുന്ന്. ആൻഡ് ഈ ഒരു വണ്ടിയുടെ അറൈ മൈലേജ് വന്നേക്കുന്നത് ഒരു 18 kmpയിലാണ്. ഒരു 11 to 15 ആയിരിക്കും നമുക്ക് റിയൽ വേൾഡ് മൈലേജ് ഒക്കെ കിട്ടുന്നത്. ഒരു 45 liters ഓഫ് ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ ടാങ്കിൽ ഒരു 600 kilometer ഒക്കെ പിടിക്കാം. ഓട്ടോമാറ്റിക്കിന് ശരിക്കും ഒരു മാനുവലിനെക്കാട്ടും ഒരു 2 kmpയിൽ കുറവാണ് ശരിക്കും. ബാക്കിയുള്ള നമ്മൾ ഈ സെഗ്മെന്റിലുള്ള മിഡ് സൈസ് SUV കാറ്റഗറി ഒക്കെ എടുത്ത് നോക്കുമ്പോഴും ഈവൻ ദോ ഇറ്റ്സ് എ സ്മോൾ എഞ്ചിൻ, മൈലേജ് ഒക്കെ ഓൺ പാർ വിത്ത് ദ ബിഗർ എഞ്ചിൻസ് ആണ്. അത്യാവശ്യം നല്ല കാലം കൊടുക്കുമ്പോൾ നൈസായിട്ട് വണ്ടി അങ്ങനെ കയറി പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ കാഷ്വലി 100 എത്തിയിട്ടുണ്ട്. ഇതേപോലത്തെ സിറ്റി കണ്ടീഷൻസിലൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് റിയലി ഹെൽപ്സ് നമ്മുടെ സിറ്റീസിൽ ഇതേപോലെ നമുക്ക് ഓടിക്കാൻ. ആക്സിലേറ്ററിലൊന്നും ഞാൻ ജസ്റ്റ് കാലേ വെച്ചിട്ടില്ല. ഇപ്പോൾ ഫുള്ള് ആക്സിലേറ്റർ ഇല്ലാണ്ടാണ് ഇത്രയും ഇത് കവർ ചെയ്യുന്നത്. ബ്രേക്കിൽ മാത്രമേ കാല് വെച്ചിട്ടുള്ളൂ. ആൻഡ് ഇനിയാണ് ഈ ഒരു വണ്ടി എടുക്കാനുള്ള മെയിൻ റീസൺ ഇതിൻ്റെ സസ്പെൻഷൻ. നോർമൽ കാർസിലുള്ള പോലെ തന്നെ ഇതിന് ഫ്രണ്ടിൽ മെക്ഫേഴ്സൺ സ്ട്രട്ടും ബാക്കിൽ ടോർഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് ഒക്കെയാണ് വന്നേക്കുന്നത്. ബട്ട് സിട്രോയിൻ നല്ല രീതിയിൽ ഈ ഒരു സസ്പെൻഷന് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർ ബാഡ് റോഡ്സ്. നല്ല രീതിയിൽ ലോങ് വീൽ ബേസ് ഉള്ള കാറും കൂടെയാണ്. നല്ല ബിഗർ ടയേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ ഒരു ലോങ് ട്രാവൽ സസ്പെൻഷൻ എന്നുള്ള രീതിയിലാണ് സിട്രോയിൻ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ബാഡ് റോഡ്സിലൊക്കെ നല്ല പെർഫോമൻസ് ആണ് നമ്മുടെ ഈ ഒരു വണ്ടിക്ക്. ബോഡി റോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു റോഡിൽ എത്രത്തോളം നമുക്ക് സ്വേ ചെയ്യുന്നുണ്ടെന്ന്. സിൻസ് ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ സസ്പെൻഷൻ. 205 Nm ഓഫ് ടോർക്ക് ഹിറ്റിംഗ് അറ്റ് ലോവർ RPM ആണ്. അതുകൊണ്ട് നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി നമുക്ക് നല്ല രീതിയിൽ പുള്ള് ചെയ്ത് പോകുന്നുണ്ട്. ബ്രേക്സിൻ്റെ ബൈറ്റ് മോഡറേറ്റ് ആണ്. അത്ര പ്രിസൈസ് ബ്രേക്കിംഗ് പോലെ തോന്നില്ല. എന്നാലും കാല് കൊടുക്കുമ്പോൾ അത്യാവശ്യം മോഡറേറ്റ് ആണ് നമ്മുടെ ബ്രേക്കിൻ്റെ ബൈറ്റൊക്കെ വരുന്നത്. ബോഡി റോളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ചെറിയൊരു സ്വേയിങ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. സിൻസ് ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ സസ്പെൻഷൻ ആൻഡ് എ ബിഗർ കാർ. ജസ്റ്റ് ഒന്ന് യൂ ടേൺ എടുക്കാം. ഒരു 5.4 meters ആണ് ഈ ഒരു വണ്ടിയുടെ ടേണിംഗ് റേഡിയസ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള നമ്മൾ ഈ റിവൽസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. ആസ് ഐ ടോൾഡ് ഒരു ബിഗർ കാറാണ്. അപ്പോൾ ഒരു 5.4 metersലാണ് ഈ ഒരു വണ്ടി ടേൺ ചെയ്ത് വരുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ റിട്ടേണൊക്കെ നൈസാണ്. അങ്ങനെ അങ്ങോട്ട് സ്വേ ചെയ്ത് പോയിട്ടില്ല. നമുക്കിനിയും കുറച്ചൊന്ന് കാല് കൊടുത്ത് ഓടിക്കാം. ആൻഡ് ലെറ്റ്സ് ചെക്ക് ദ ബോഡി റോൾ ആൻഡ് ഓൾ. യെസ്, നല്ല രീതിയിൽ സ്വേ ചെയ്ത് പോകുന്നുണ്ട് ഒരു സൈഡിലോട്ട്. അത്രയും നമ്മൾ കംപ്ലൈൻ്റ് അല്ല. നമ്മൾ കോർണേഴ്സിൽ സേഫ്റ്റി സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 6 airbags സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് ABS, EBD, ESC, പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഭാരത് NCAP ടെസ്റ്റിൽ ഈ ഒരു വണ്ടി 5 stars സ്കോർ ചെയ്തിട്ടുണ്ട് നമ്മുടെ അഡൽട്ട് പ്രൊട്ടക്ഷന് ആൻഡ് 4 star ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ. സോ സേഫ്റ്റി സൈഡ് സിട്രോയിൻ ഈ ഒരു വണ്ടിക്ക് കോംപ്രമൈസ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ സർവീസ് കോസ്റ്റ് എല്ലാം ബാക്കിയുള്ള റിവൽസ് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു പൊടിക്ക് കുറവാണ് ഓവർ ദ ഇയേഴ്സ്. ആൻഡ് ഇതിൻ്റെ സർവീസ് ചെയ്യാനായിട്ട് നമ്മുടെ സിട്രോയിൻ ഇസ് ഗ്രോയിങ് ദെയർ ഷോറൂം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ടോട്ടൽ 5 ഷോറൂം ഉണ്ട്. ലാമാസൺ സിട്രോൺ എന്നാണ് ഞാനിപ്പോൾ ഈ ഒരു വണ്ടി എടുത്തേക്കുന്നത്, നമ്മൾ ട്രിവാൻഡ്രത്തുള്ളത്. ആൻഡ് ഷോറൂംസ് തൃശ്ശൂർ, എറണാകുളം, പിന്നെ കോട്ടയം, പിന്നെ കോഴിക്കോടും ഉണ്ട് ഒരു ഷോറൂം. അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് സിട്രോയിൻ എടുക്കുകയാണെങ്കിൽ സർവീസൊക്കെ നമുക്ക് അവിടെയെല്ലാം അവൈലബിൾ ആണ്. 3 years 1 lakh kilometer ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് വാറണ്ടി ഒക്കെ വന്നേക്കുന്നത് ഈ ഒരു വണ്ടിക്ക്. ആൻഡ് ഇനി നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം യൂ ടേൺ എടുത്തിട്ട്. ആൻഡ് ലെറ്റ്സ് ഗോ. ആൻഡ് 0 to 100 ടൈമിങ് വരുന്നത് ഒരു 11 secondsലാണ്. അത്യാവശ്യം ക്വിക്കറാണ് കൺസിഡറിങ് ദ സൈസ് ഓഫ് ദിസ് കാർ. ആൻഡ് നമ്മുടെ മാനുവൽ വുഡ് ബി 1 second ക്വിക്കർ ദാൻ ദിസ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഈ സെഗ്മെൻറ്റിലുള്ള നാച്ചുറൽ ആസ്പിറേറ്റഡ് വണ്ടികൾ എടുത്ത് നോക്കുമ്പോഴുള്ള ഒരു സിമിലർ ഫിഗേഴ്സാണ് 0 to 100 ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഈ കുറച്ചൊരു റഫ് റോഡ്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിലും കൂടെ ഒന്ന് പോയി കാണിച്ചു തരാം ഇതിൻ്റെ സസ്പെൻഷൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റഫ് റോഡ്സാണ്. നമ്മുടെ ഹാരിയർ റിവ്യൂ ഒക്കെ മെല്ലെ വരുന്നുണ്ട്. ഞാൻ അത്രയൊന്നും ക്യാബിനിലോട്ട് അടിയൊന്നും വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഗ്ലൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി പോകുന്നത്. ഈ ഒരു പാച്ചസിലൂടെയൊക്കെ നമുക്ക് അറിയുന്നതേ ഇല്ല നമ്മുടെ ക്യാബിനിലോട്ട്. ആൻഡ് ഇതാണ് ഈ ഒരു വണ്ടിയുടെ ബിഗ്ഗസ്റ്റ് USP എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ നൈസായിട്ട് നമുക്ക് ഇതേപോലത്തെ റോഡിലൊക്കെ നമുക്ക് അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാം. ആൻഡ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വളയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് ആ
ഇതിൻ്റെ കംഫർട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റോഡിലോട്ട് എടുത്തത്. ക്യാമറ ക്വാളിറ്റിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാനേ ഉള്ളൂ. ക്വാളിറ്റി വൈസ് ഒക്കെ മോഡറേറ്റ് ആണ്. ആൻഡ് അഡാപ്റ്റീവ് ലൈൻസ് ഒന്നുമില്ല. ജസ്റ്റ് കുഴപ്പമില്ലാത്തൊരു മോഡറേറ്റ് ക്യാമറ ക്വാളിറ്റിയാണ്. സോ മെയിൻലി നിങ്ങൾ ഈ വണ്ടി എടുക്കുന്നത് ഇസ് ഫോർ ഇറ്റ്സ് റൈഡ് ക്വാളിറ്റി. ആൻഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാബിൻ സ്പേസ് ഉണ്ട്. നമുക്ക് പണ്ടത്തെ എയർക്രോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. വെൻറ്റിലേറ്റഡ് സീറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ 360 ക്യാമറയൊക്കെ മോഡറേറ്റ് ആണെങ്കിൽ പോലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ നമുക്ക് മാനുവൽ കൺട്രോൾസ് ഒക്കെ ആയിരുന്നു, നമ്മുടെ HVS കൺട്രോൾസ് ഒക്കെ. അതൊക്കെ ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണ്, അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് നേരത്തെ വരേണ്ട ഫീച്ചേഴ്സ് ആയിരുന്നു. എന്നാലും ഇപ്പോൾ ഒരു അത്യാവശ്യം വാല്യൂ ഫോർ മണി പാക്കേജിൽ ഈ ഒരു കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്മോൾ എഞ്ചിന് നല്ല രീതിയിലുള്ള ടോർക്കൊക്കെ എൻജോയ് ചെയ്ത് ഓടിക്കണമെങ്കിൽ സിട്രോയിൻ വുഡ് ബി എ ഗ്രേറ്റ് ചോയ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്യാവശ്യം റോഡ് പ്രസൻസ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു നല്ല വലിയ കാർ ഓടിച്ച് പോകുന്ന പോലെ തന്നെ ഉണ്ട്. സോ ഈ ഒരു വണ്ടിയുടെ ബുക്കിങ്ങിനായിട്ട് ഞാൻ നമ്പറൊക്കെ താഴെ കൊടുക്കാം. ഞാൻ ഷോറൂം നേരത്തെ പറഞ്ഞ പോലെ ലമാസൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് ഞാൻ ഈ വണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഈ ഒരു സെഗ്മെൻറ്റിലെ വണ്ടി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓടിച്ച് നോക്കി. മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റൈഡ് ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു കാർ എടുക്കുന്നത്. സോ എയർക്രോസ് എടുത്തിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറയുക ഈ വണ്ടീനെ പറ്റിയിട്ടുള്ള റിയൽ യൂസർ എക്സ്പീരിയൻസ്. അപ്പോൾ അടുത്തൊരു കാറായിട്ട് കാണാം.